ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ട് ബട്ടർ ചിക്കൻ ഫ്രൈ. ബട്ടർ കൊണ്ട് നമുക്കൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതിനായിട്ട് ആദ്യം ഞാൻ ഒരാളെ ഉള്ളതുകൊണ്ട് ഒരു 3 പീസ് ചിക്കൻ്റെ കാലെടുത്ത് അതിനോട്ട് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് 1-2 നുള്ള് ജീരകപ്പൊടി, നല്ല ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇടുക. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പിട്ടതിന് ശേഷം തുള്ളി പോലും വെള്ളം ഒഴിച്ച് മസാല ഇളക്കരുത്, കൂട്ടരുത്. അതിന് ഫുള്ള് വിനാഗിരിയിൽ തന്നെ മസാല കൂട്ടണം. നന്നായിട്ട് അത് മിക്സ് ചെയ്യണം. വിനാഗിരി ഒഴിച്ച് വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ട് വരഞ്ഞ ചിക്കൻ ആയിരിക്കണം. വരഞ്ഞതിനകത്ത് ഫുള്ള് വിടവിലെല്ലാം ഈ മസാല നന്നായിട്ട് പുരട്ടി എടുക്കണം. പുരട്ടി എടുത്തതിന് ശേഷം ഒരു ഫ്രിഡ്ജിലൊരു 2-3 മിനിറ്റ് ഫ്രീസറിലോ അല്ലെങ്കിൽ മേളിലോ എവിടെയെങ്കിലും ഒന്ന് വെക്കുക. അപ്പം പെട്ടെന്ന് നമ്മുടെ മസാല കയറി ചിക്കനെ നന്നായിട്ട് പിടിക്കും. എന്നിട്ട് ഒരു 3 പീസ് ചിക്കൻ ആണെങ്കിൽ 3 പീസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പീസാണോ അത്ര പീസ് ബട്ടർ കട്ട് ചെയ്ത ചിക്കൻ്റെ മേളിലോട്ട് വെച്ചേക്കുക. എന്നിട്ടൊരു പാൻ വെക്കണം. പാൻ വെച്ചിട്ട് പാനകത്തോട്ട് ബട്ടർ നമുക്ക് ആവശ്യമുള്ള കൂടുതൽ ക്വാണ്ടിറ്റി ചിക്കൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ബട്ടർ ഇടുക. 3 പീസ് 2 പീസൊക്കെ ഉള്ളെങ്കിൽ അതിനനുസരിച്ച് ഒരു 2-3 പീസ് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി ഇതുപോലെ തിളച്ച് വരുമ്പോൾ തന്നെ അത് ഫുള്ളാവും. എന്നിട്ട് അതിനകത്തോട്ട് വെച്ച് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തീ സിമ്മേൽ വെച്ചേ ഉള്ളൂ ഉപയോഗിക്കാവുള്ളൂ. ഫുൾ ഫയറിൽ വെക്കരുത്, കരിഞ്ഞു പോകും. നന്നായിട്ട് പാൻ ചൂടായിട്ട് ബട്ടർ ഇട്ട് ഇതുപോലെ ഒരു പത പോലെ വരും. വന്നിട്ട് അതിനകത്തോട്ട് വെച്ച് നന്നായിട്ട് അതായത് തീ വളരെ കുറച്ച് തന്നെ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നാലേ ഉള്ളെല്ലാം വെന്ത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് വെക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം. ബട്ടർ ഇതുപോലെ പൊക്കത്ത് ഒരു 3 പീസ് വെക്കണം. വെച്ചിട്ട് ഈ ബട്ടർ ഒന്ന് അലുത്ത് പോകാനും പിന്നെ ചിക്കൻ്റെ ഉള്ളു വെന്ത് കിട്ടാനും വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ടും ആ പാന് പറ്റുന്ന ഒരു അടപ്പുള്ള പാനാണെങ്കിൽ ആ അടപ്പ് വെച്ച് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഇത് കണ്ടോ, ഈ ബട്ടർ ഇങ്ങനെ ഉരുകി ആ ചിക്കനുകളിലോട്ട് ഇറങ്ങി പിടിക്കുകയുള്ളൂ. ഫുള്ള് ഇത് കണ്ടോ, ഇതുപോലെ ഉരുകി ഇറങ്ങി പിടിക്കുകയുള്ളൂ. നന്നായിട്ട് അടച്ച് വെക്കണം. അടച്ച് വെക്കുമ്പോൾ ആവി കൊണ്ട് ആ ബട്ടർ ഫുള്ള് ഒഴുകി, അടിയിലുള്ള ബട്ടറുണ്ട്, പൊക്കത്ത് ബട്ടർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മറിച്ചിടുമ്പോൾ കിട്ടുമെങ്കിലും ഇതും കൂടെ ഒഴുകി അങ്ങ് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സിമ്മേൽ വെച്ച് കുറച്ച് ടൈം എടുത്തല്ലാതെ ഇത് ഉണ്ടാക്കരുത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കി കരിഞ്ഞു പോകും. ഇതുപോലെ നന്നായിട്ട് ഉള്ളിലൊക്കെ വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ സിമ്മേൽ വെച്ച് അടച്ച് തന്നെ വെക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ അതിനകത്തെ വെള്ളം ബട്ടറിനകത്തോട്ട് വീണുകൊണ്ടിരിക്കും. അതല്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്ത് നോക്കുവാണെങ്കിൽ കറക്റ്റ് ഇതായിട്ട് കിട്ടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന നല്ല വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു.